42ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നുപോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഇതിന് ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. 43ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി സെക്കൻഡ്. 44ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ. 45ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. 46ാമത്തെ ചോദ്യം, ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലി. 47ാമത്തെ ചോദ്യം, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. 48ാമത്തെ ചോദ്യം, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ എ FeCl3H2 ഉണ്ടാകുന്നു. 49ാമത്തെ ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 10. 50ാമത്തെ ചോദ്യം, ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ഉത്തരം ഓപ്ഷൻ ബി TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ്. 51ാമത്തെ ചോദ്യം, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. 52ാമത്തെ ചോദ്യം, പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കാക്കനാട്.